എല്ലാവർക്കും PMC മലയാളത്തിന്റെ ഈ ഒരു ധ്യാന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 2026 ജൂലൈ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് മുതൽ നമ്മൾ 2 ആഴ്ചത്തേക്ക് ഒരു ധ്യാന യാത്ര നടത്താൻ പോവുകയാണ്. ഇടയ്ക്ക് 1-2 പേര് എന്നോട് ചോദിച്ചു, എന്താ ഇത്ര രാവിലെ 6 മണിക്കൊക്കെ വെക്കുന്ന, ഒരു 10 മണിക്കൊക്കെ വെച്ചുവിടായോ, അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാമല്ലോ എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സുഖമായ ഒരു ദിവസത്തെ നിദ്രയ്ക്ക് ശേഷം, നമ്മുടെ ദീർഘമായ ഒരു വിശ്രമത്തിന് ശേഷം നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന ഒരു മനസ്സോടുകൂടി ഇരിക്കുന്ന സമയമാണ് രാവിലെ 6 മണി എന്ന് പറയുന്നത്. അപ്പൊ അത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സെല്ലാം ഫ്രഷ് ആയിരിക്കും. നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്ന ജ്ഞാനങ്ങൾ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടുതൽ നിലനിൽക്കുകയും ചെയ്യും. പിന്നെ ധ്യാനം ചെയ്യുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് നമുക്ക് ധ്യാനം ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഈ രാവിലെ 6 മണി എന്നത് നമ്മൾ പ്രിഫർ ചെയ്തത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ 14 ദിവസം നമ്മൾ ഈ ധ്യാനയാത്ര നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ 14 വിഷയങ്ങളെ അധികരിച്ച് 14 ആൾക്കാര് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സ്വാധ്യായ എന്നുള്ള നിലയിൽ നമ്മൾ അറിവ് പകരാൻ വേണ്ടി നമ്മളുടെ 14 സീനിയർ മാസ്റ്റേഴ്സ് നമുക്ക് ആ ജ്ഞാനം പകർന്നു തരികയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ആനാപാനസതി? ആനാപാനസതിയാണ് ധ്യാനമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്താണ് ആനാപാനസതി? ഈ ധ്യാനം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ധ്യാനത്തിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ ആനാപാനസതി ധ്യാന മുറ ആരാണ് ആദ്യം മാനവരാശിക്കായിട്ട് പകർന്നു തന്നത്? അത് തന്നെ നമുക്കായിട്ട് പകർന്നു തന്ന മഹാനായ ഗുരു ബ്രഹ്മർഷി സുഭാഷ് പത്രിജിയെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഒരു ഗ്രാഹ്യം കിട്ടും എന്നുള്ളത് മാത്രമല്ല, നിലവിലുള്ള ആൾക്കാർക്ക് ഇത് ശരിക്കും ഒരു റിഫ്രഷർ കോഴ്സ് കൂടാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ വീണ്ടും ഒരാൾ പറഞ്ഞു തരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പലരും പറഞ്ഞു തരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ആ വിഷയത്തെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും, അദ്ദേഹത്തെ പറ്റി പത്രിജിയെ പറ്റി ആയെങ്കിലും നമ്മുടെ പിരമിഡ് മെഡിറ്റേഷൻ ചാനൽ ആണെങ്കിലും പിരമിഡ് ആണെന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി എല്ലാം തന്നെ കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക്, അതായത് കൂടുതൽ റിഫ്രഷ് ചെയ്യാനും കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അപ്പം PMC മലയാളത്തിന്റെ വിവിധ പരിപാടികളുണ്ട്. അതിൽ ഈ മാസം നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ 14 ദിവസം നീണ്ടു നിൽക്കുന്ന, 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ധ്യാനയാത്ര എന്നുള്ളത്. ഈ ധ്യാനയാത്രയിൽ പങ്കെടുക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സുസ്വാഗതം. PMC മലയാളത്തിന് വേണ്ടി എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ പരിപാടിയിൽ ആദ്യമായിട്ട് നമ്മളോട് പ്രഭാഷണം നടത്തുന്ന, നമുക്ക് ആധ്യാത്മിക ജ്ഞാനം, നമ്മുടെ ധ്യാന ജ്ഞാനം പകർന്നു തരുന്നത് സീനിയർ മാസ്റ്റർ ആയിട്ടുള്ള സുപ്രിയജിയാണ്. സുപ്രിയജി ഏകദേശം 30 വർഷത്തിന് മേളിലായിട്ട് ആനാപാനസതി ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ മാസ്റ്ററാണ്. പത്രിജിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ്. ഞങ്ങളെല്ലാവരും തന്നെ പത്രിജിയായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടുള്ളതാണ്. കേരളത്തിൽ പത്രിജി എല്ലാ വർഷവും വരുമായിരുന്നു. പത്രിജി ഉള്ള സമയത്ത് എല്ലാ വർഷവും വരുമായിരുന്നു. എല്ലാ വർഷവും വരുന്ന സമയത്ത് കേരളത്തിൽ ഇങ്ങേയറ്റം തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റം കാസർഗോഡ് വരെ വിവിധ സ്ഥലങ്ങളിൽ പത്രിജിയെ കൊണ്ടുപോവുകയും പത്രിജിയുടെ പ്രഭാഷണം എല്ലാവർക്കും നൽകുകയും പത്രിജിയുടെ ആ ധ്യാന ജ്ഞാനം കേരളീയർക്കായിട്ട് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിച്ച ആൾക്കാരിൽ ഏറ്റവും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീമതി സുപ്രിയജി. ആ സുപ്രിയജിക്ക് ഈ ധ്യാനയാത്രയിലേക്ക് PMC മലയാളത്തിന്റെ പേരിൽ ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സുപ്രിയജിയുടെ ധ്യാന പ്രഭാഷണത്തിലേക്ക് നമുക്ക് ചെവി ഓർക്കാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ നല്ല ധ്യാന യാത്രയിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. സുപ്രിയജി, നമസ്കാരം. പ്ലീസ് കം. വെൽക്കം. താങ്ക് യു സന്തോഷ്. ധ്യാനയാത്രയിൽ ഞാൻ 30 വർഷമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ കൂടിയിട്ടുള്ള ഒരാളാണ് സന്തോഷ്. ഞങ്ങള് PMC മലയാളത്തിന്റെ ആദ്യകാല പ്രവർത്തകരാണ്. ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു.
ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ധ്യാനം എല്ലാവരിലും എത്തിക്കുക എന്നതാണ്. അപ്പോൾ പലരും ധ്യാനത്തെ കുറിച്ച് അറിയാനും ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് പല വീഡിയോസിനൊക്കെ കാണാറുണ്ട് അതിനെ കുറിച്ചിട്ട്. പക്ഷെ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് നമുക്ക് ഗുരുപൂർണിമ ദിവസത്തിലേക്ക് അടുപ്പിച്ച് ഈ 29th ഗുരുപൂർണിമ. ആ ദിവസത്തിനടുപ്പിച്ച് നമുക്കൊരു ധ്യാന യാത്ര, 14 ദിവസത്തെ ധ്യാനയാത്ര നമുക്ക് തുടങ്ങണമെന്ന് തീരുമാനമെടുത്തത്. നമ്മൾ ഏറ്റവും ആദ്യം വർദ്ധിക്കേണ്ടത് നമ്മുടെ ഗുരുജി സുഭാഷ് പത്രിജിയാണ്. ഋഷി സുഭാഷ് പത്രിജിയാണ്. അദ്ദേഹമാണ് നമുക്ക് ഈ വഴി കാട്ടി തന്നത്. ആ വഴിയിലൂടെ നമുക്ക് എല്ലാവർക്കും പോകാം. ഇനി ബേസിക് ആയിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ധ്യാനം എന്താണ്, എന്തിനാണ് ധ്യാനം ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ ആരാണ്, എന്താണ് എന്നുള്ളതാണ്. നമ്മളൊരു ഇപ്പം എന്റെ പേര് സുപ്രിയ, ഞാൻ 30 വർഷമായിട്ട് ധ്യാനം ചെയ്യും. അത്രമാത്രമല്ല ഞാൻ ഈ ഭൂമിയിൽ വന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. എന്റെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് രൂപാന്തരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരു യാത്രയുടെ ഓരോ അംശവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് എന്റെ യാത്ര കൂടുതൽ മെച്ചപ്പെടുത്താൻ തുടങ്ങിയത്. അതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ആദ്യം സ്വയം നമ്മൾ എന്താണ് മെഡിറ്റേഷൻ, ആരാണ് നമ്മൾ എന്നറിയുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് മെഡിറ്റേഷൻ, ആരാണ് നമ്മൾ, ആരായിരിക്കും നമ്മുടെ, സന്തോഷാണോ, ശ്രീകലയാണോ, ആണോ? അതിനുമുമ്പ് നമ്മൾ ആരാണ്, ശ്രീകല നമ്മൾ ആരാണ് എന്നുള്ളതിന്റെ ആ ഒരു കാണിക്കാൻ പറ്റും. ദ കോർ എക്സിസ്റ്റൻസ് എന്ന ആ ഒരു സ്ലൈഡ് കാണിക്കാൻ പറ്റും. ശ്രീകല, അനൂപ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഓക്കെ, അതൊരു ചെയ്തതിനും ആ സ്ലൈഡ് തരും. ഒന്ന് അത് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാമോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ എന്താണെന്ന്? കുറച്ചും കൂടെ ഫുൾ സ്ക്രീൻ ആക്കി കാണിക്കാം. ഓക്കെ. ഈ പടത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിളില് 3 വശങ്ങൾ. ആ 3 വശങ്ങളിൽ ഓരോ ഇത് എഴുതിയിട്ടുണ്ട്. എനർജി, കോൺഷ്യസ്നെസ്, നോളജ്. ഊർജം, ചൈതന്യം, വിവേകം, വിസ്ഡം. ഇത് 3 ചേർന്നിട്ടുള്ളതാണ് നമ്മൾ. അതിൽ ഓരോ എലിമെന്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. എനർജിയെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഒന്ന് അത് മാത്രമായിട്ട് എക്സ്പാൻഡ് ചെയ്യാമോ? എനർജി, the life force within, the power behind the thoughts, emotions and action, connection with the cosmic energy. എന്താണ് എനർജി? നമ്മളുടെ പ്രാണശക്തി, ഉള്ളിലുള്ള ശക്തി. എല്ലാവരിലും ശക്തിയുണ്ട്. നമ്മൾ ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും അതിനകത്ത് ശക്തി ഉണ്ടെങ്കിലേ ആ ആക്ഷൻ ആവുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു ശക്തി എല്ലാവരിലും ഉണ്ട്. ആ പ്രാണശക്തി ആ നമ്മളുടെ ചിന്തകളിലും ഓരോ തോട്ട്സിലും നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ഫീലിങ്സ്, ഇതെല്ലാം അതിനകത്തേക്ക് ചേർന്നിരിക്കുന്നു. ഞാൻ ഓരോ വാക്ക് പറയുമ്പോഴും അതും എനർജിയാണ്. ഞാൻ ഓരോ വസ്തു കാണുമ്പോഴും അത് എനർജിയാണ്. മുഴുവനും നമ്മുടെ ലോകത്തിനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി പ്രഭാവമുണ്ട്. അതിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കോസ്മിക് ഊർജ പ്രവാഹം അതിനകത്താണ് നിൽക്കുന്നത്. ആ ശക്തിയാണ് നമ്മളെ നിലനിർത്തുന്നത്.
നമ്മളെ ജീവിപ്പിക്കുന്നത്. ആ ശക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ ചേർത്താണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളത് ചൈതന്യം, നമ്മളുടെ അവർ ട്രൂ നേച്ചർ, നമ്മൾ ബേസിക് ആയിട്ട് എന്താണോ അതാണ് ചൈതന്യം. നമ്മൾ എന്താണോ, നമ്മുടെ ചുറ്റുപാടും എന്താണെന്നുള്ള അവബോധം അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ചൈതന്യം വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വെളിച്ചം, ദ ലൈറ്റ് ദാറ്റ് മേക്സ് ഓൾ എക്സ്പീരിയൻസസ് പോസിബിൾ. നമ്മള് ഈ ജന്മത്തിൽ മാത്രമല്ല നമ്മൾ വിളിത്തിരിക്കുന്നത്, ഒരുപാട് ജന്മങ്ങൾ എടുത്ത് അതിൽ ഓരോ ജന്മങ്ങളുടെയും അറിവുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ഇത് വേണം നമ്മളെ ഓരോ കാര്യങ്ങൾക്കും നമ്മളുടെ ജീവിതവുമായിട്ട് അടുപ്പിക്കുന്നത്. ഓക്കെ, നോളജ്. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ടർസ്റ്റാൻഡിങ്, wisdom gained through experience, discriminating what is real and eternal. Understanding എന്താണ്? നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് വന്നത്? ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏത് വഴിയിലാണ് പോകേണ്ടത്? ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ വെളിച്ചത്തെ നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം. അതാണ് നോളജ്. നമ്മളെ ബുക്കിൽ കൂടെ കിട്ടുന്ന അതും നോളജാണ്. നമ്മുടെ സോളിലുള്ള നമ്മുടെ ആത്മാവിലുള്ള ഒരു നോളജ്, അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഏതാണ് കറക്റ്റ്, ഏതാണ് ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് യാഥാർത്ഥ്യം? എന്താണ് യാഥാർത്ഥ്യം? ഞാൻ ഈ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നതാണോ ഈ ശരീരം? അല്ല, ഈ ജന്മം വരെ ഈ ശരീരം ഉണ്ടാവും, അത് കഴിഞ്ഞ് ഈ ശരീരം ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അതെല്ലാം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കേണ്ട പ്രോസസ്സാണ് നമുക്ക് ധ്യാനം. ഓക്കെ, എവറിത്തിങ് ഇസ് എനർജി. എല്ലാം എനർജിയാണ്. എവറിത്തിങ് ഇസ് എനർജി. എല്ലായിടത്തും എനർജി ഉണ്ട്. നമ്മുടെ ശരീരം എനർജി കൊണ്ട് ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ എന്താണ്? എനർജി ബീങ്സ് ആണ്. അത് നമ്മളുടെ ഒരു ശക്തി കേന്ദ്രമുണ്ട്. ആ ശക്തി കേന്ദ്രമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് കിട്ടും. അതാണ് നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്ത ഇതിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ നമ്മൾ എന്താണ്? 3 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് നമ്മൾ: എനർജി, കോൺഷ്യസ്നെസ്, നോളജ്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടത് എനർജിയാണ്. ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യവും ചെയ്യാൻ സാധിക്കൂ. ആ എനർജി നമുക്ക് എങ്ങനെ കിട്ടും? എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനുള്ള കണക്ഷൻ എവിടെ നിന്നാണ്? ഇപ്പൊ ഒരു ബൾബ് കത്തിക്കണമെങ്കിൽ സ്വിച്ച് ഇടുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് ബൾബ് കത്തും. അതുപോലെ ഒരു സർക്യൂട്ട് ഉണ്ടാവുമല്ലോ. ആ എനർജി സർക്യൂട്ട് എവിടെ നിന്നാണ് വരുന്നത്? നമ്മളൊന്ന് കൈ അനക്കാനായിട്ട്, നമുക്ക് ഒരു വാക്ക് മിണ്ടാനായിട്ട്, എല്ലാത്തിനും ശക്തി വേണം. ആ ശക്തി കേന്ദ്രമാണ് നമ്മൾ തേടേണ്ടത്. അവിടെയാണ് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കേണ്ടത്. ആ കണക്ഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും? അടുത്ത സ്ലൈഡായിട്ട് നമുക്ക് പോകാം. നമുക്ക് കിട്ടുന്ന ശക്തി ലൈഫ് എനർജി, പ്രാണ. പ്രാണ എങ്ങനെയാണ് ലഭിക്കേണ്ടത്? അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാമോ? സ്ലൈഡ്.
ഫുൾ സ്ക്രീനിലേക്ക്. അപ്പൊ നമുക്ക് പ്രാണശക്തി കിട്ടുന്നത് എവിടെ? യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഊർജ കേന്ദ്രമുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് പ്രാണൻ കിട്ടുന്നത്. ആ പ്രാണയാണ് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ജീവൻ തരുന്നത്. എന്നാ സ്വിച്ച് ഊരുന്നുവോ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ പോകും. നമ്മള് ഇരിക്കുന്നിടത്തോളം നമുക്ക് ശക്തി കിട്ടേണ്ടത് ആ ശക്തി കേന്ദ്രത്തിലാണ്. ഈ ശക്തി കേന്ദ്രത്തിൽ നമ്മൾ പല വേറെ ഇതിൽ നിന്ന് നമുക്ക് ശക്തി കിട്ടും, ഊർജം കിട്ടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശക്തി കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അതുപോലെ നല്ല ചിന്തകൾ, നല്ല ആളുകളുമായിട്ടുള്ള സമ്പർക്കം, സത്സംഗം, നല്ല പുസ്തകങ്ങൾ വായിക്കും, ഇതെല്ലാം എല്ലാം എനർജിയാണ്. അപ്പൊ ആ എനർജിയെ നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യാം എന്നുള്ളത് കൂടെയാണ് ധ്യാനത്തിലൂടെ നമ്മൾ പറയുന്നത്. ധ്യാനത്തിലൂടെ നമുക്ക് എനർജി കിട്ടും. എന്ത് എനർജി? When you are with the breath, നമുക്ക് എനർജി ലഭിക്കും. അതിന്റെ പ്രോസസ്സ് കൂടെ നമുക്ക് നോക്കാൻ പറ്റും. അതായത് നമ്മളുടെ ഊർജ കേന്ദ്രവുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ആ കണക്ഷൻ നമുക്ക് ബുദ്ധൻ പറഞ്ഞു തന്ന ഒരു വഴിയിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് പത്രിജി പറഞ്ഞു തന്ന് നമുക്ക് ഒരു പാത. നമ്മളുടെ എല്ലാ ജീവിതത്തിൽ പല പല എക്സ്പീരിയൻസസിൽ കൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സന്തോഷവതിയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിഷമത്തിലായിരിക്കാം. ഇതെല്ലാം നമ്മുടെ എനർജിയെ ബാധിക്കും. സന്തോഷമുള്ളപ്പോൾ നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്ന പോലെ, വിഷമത്തിലിരിക്കുമ്പോൾ എനർജി പോകും. അപ്പൊ നമുക്കത് എന്താണ്? നമ്മുടെ മനസ്സുമായിട്ട് കണക്ഷൻ കിട്ടുന്നതാണ്. മനസ്സുമായി കണക്റ്റഡ് ആണ് നമ്മുടെ എനർജി. അപ്പൊ അതെങ്ങനെയാണ് കണക്ട് ആയത് എന്ന് ബുദ്ധൻ കുറെ തെരഞ്ഞു നോക്കിയപ്പോൾ നമുക്ക് അതിനുള്ള ഒരു വഴി കണ്ടെത്തി തന്നു. ആ കണക്ഷൻ നമുക്ക് കൂടുതലായി എത്താൻ പറ്റും ഒരു വഴി കണ്ടെത്തി തന്നു. ആ വഴിയാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന ആനാപാനസതി എന്ന ധ്യാനത്തിന്റെ വഴി. സ്ലൈഡ് കാണിക്കാമോ? ആനാപാനസതി ധ്യാനത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ബുദ്ധൻ നമുക്ക് കാണിച്ചു തന്ന വഴി. നമ്മളുടെ മനസ്സിലെ വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും എല്ലാം സ്വയം കൈകാര്യം ചെയ്ത് നമ്മൾ ജീവിതത്തിന്റെ മാസ്റ്ററി സ്വയം കണ്ടെത്താനായിട്ടുള്ള ഒരു വഴിയാണ് ബുദ്ധ ഭഗവാൻ കാണിച്ചു തന്നത്. ആ വഴിയാണ് പത്രിജി നമുക്കായി കാണിച്ചു തന്നത്. നമ്മൾ ഒരു കോമ്പിനേഷന് നമ്മൾ 5 ഘടകങ്ങൾ ചേർത്തതാണ് നമ്മൾ. ആ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, സൂപ്പർ കോൺഷ്യസ്, പരമാത്മ. ഈ 5 എലിമെന്റ്സ് കൂടെ ചേർന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശരീരം മാത്രമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, നമ്മളെ ഈ 5 എലിമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. ആദ്യം നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? നമ്മുടെ ശരീരം നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് നല്ല ഭക്ഷണം, നല്ല എൻവയൺമെന്റ്, വെള്ളം എല്ലാം നമ്മൾ ശ്രദ്ധിക്കും, അല്ലെ? അതേസമയം നമ്മുടെ മനസ്സിനെയും നമ്മൾ സംരക്ഷിക്കണം.
ഇങ്ങനെയാണ് മലിനമായ ചിന്തകളൊന്നുമില്ലാതെ പ്യുവർ ആയിട്ട് വെക്കാനായി നമുക്ക് സാധിക്കണം. അതിനാണ് മനസ്സിനെ ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ബുദ്ധി നമുക്ക് കാണിച്ചു തരും. അത് ആ ബുദ്ധിയെ ഗൈഡ് ചെയ്യുന്നത് നമ്മൾ എന്ന ആത്മാവാണ്. എല്ലാവരും ആത്മാവാണ്. ആ ആത്മാവാണ് കാണിച്ചു തരുന്നത് എങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തരുന്നത് ആത്മാവാണ്. ആത്മാവിന് ഒരു വലിയ സ്റ്റോറേജ് ഉണ്ട്. നമ്മളുടെ പല പല ജന്മങ്ങളുടെ വിവേകം, എക്സ്പീരിയൻസസ് പറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റോറേജ് ബേസ് ഉണ്ട്. ആ സ്റ്റോറേജ് ബേസിൽ ഓരോ മെത്തേഡ്സ് നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും? നമ്മള് സൂപ്പർ കോൺഷ്യസ്നെസ്സുമായി കണക്ട് ആവുമ്പോൾ, അതായത് നമ്മളുടെ നമ്മൾ പരമാത്മാവുമായിട്ടുള്ള ആ എനർജി സോഴ്സ്, നമ്മളെ എവിടെ നിന്നാണോ വന്നത് അവിടെ എത്തുന്ന ആ സോഴ്സ്, അതുമായിട്ടുള്ള കണക്ഷൻ കിട്ടുമ്പോൾ നമുക്കെല്ലാം ക്ലിയർ ആവും. സൂപ്പർ കോൺഷ്യസ്നെസ്, ദ ഹയർ സ്റ്റേറ്റ് ഓഫ് അവയർനെസ് ബിയോണ്ട്. ഒന്ന് അത് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാമോ? ഹയർ സ്റ്റേറ്റ് ഓഫ് അവയർനെസ്, ഉയർന്ന നിലയിലുള്ള അവബോധം. നമ്മൾ എന്താണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ്, എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു ബോധം. ആ ബോധം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ അവബോധം നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ അവബോധം നമ്മൾ ഉണർത്തണമെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നെസ്, ആ പരമാത്മാവുമായിട്ട് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ അവബോധം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും. ഈ 5 എലിമെന്റ്സ്, അതായത് ശരീരം, മനസ്സ്, ബുദ്ധി, അതോടൊപ്പം തന്നെ ആത്മാവുമായിട്ടുള്ള കണക്ഷൻ, പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ, ഇത് മുഴുവനും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അതിനായിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഏത് സ്റ്റെപ്പിൽ കൂടിയാണ് നമുക്ക് പരമാത്മാവുമായി നമുക്ക് ലിങ്ക് കിട്ടുന്നത്? ആ ലിങ്കാണ് ആനാപാനസതി എന്ന ധ്യാനം. ഓക്കെ, ആ ധ്യാനത്തിലൂടെയാണ് ബുദ്ധ ഭഗവാൻ നമുക്ക് എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നത്. പത്രിജിയിൽ അതാണ് നമ്മളെ കാണിച്ചു തന്നത്. അതിലൂടെയാണ് ഞാനും സന്തോഷവും നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് മാസ്റ്റേഴ്സിന്റെ ജീവിതം മാറി മറിഞ്ഞതും അതിലൂടെയാണ്. അതിന് ഒരേ ഒരു ഇത് മാത്രം മതി. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഏതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഓക്കെ, സ്ലൈഡ് മാറ്റിക്കോളൂ. ഇതിനെല്ലാം നമുക്ക് നമ്മളുടെ മനസ്സും ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. നമ്മളുടെ മനസ്സ് എപ്പോഴാണോ ശാന്തമാകുന്നത്, അപ്പോൾ നമുക്ക് ഊർജം നമുക്ക് ലഭിക്കും. അതാണ് ഭഗവാൻ പറഞ്ഞു തന്നത്. When you are with the breath, ശ്വാസമാണ് അതിന്റെ മെയിൻ ലിങ്ക്. ശ്വാസത്തിലൂടെ നമുക്ക് എല്ലാ സൊല്യൂഷനും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആനാപാനസതി എന്നാൽ, ആന എന്നാൽ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം, സതി എന്നാൽ പുറത്തേക്ക് വരുന്ന ശ്വാസം. സോറി, ആനാപാനസതി എന്നാൽ, ആന എന്നാൽ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം, അപാന എന്നാൽ പുറത്തേക്ക് വരുന്ന ശ്വാസം, സതി എന്നാൽ കൂടിച്ചേരൽ. ഈ കൂടിച്ചേരലിലാണ് നമുക്ക് എനർജി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമൊക്കെ നമുക്ക് എനർജി ലഭിക്കുന്നത്, ഊർജം ലഭിക്കുന്നത്. ആ ഊർജത്തെ നമുക്ക് എല്ലാ രീതിയിലും ഉപയോഗിക്കാം. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബേസിസ് ആയിട്ടാണ് ആനാപാനസതി ജ്ഞാനത്തിന്റെ എനർജി നമുക്ക് കിട്ടുന്നത്.
ഇതില് നമ്മൾ ഓരോരോ ചക്രങ്ങളുണ്ട്. ആ ചക്രങ്ങൾ കൂടെ നമുക്ക് ആ എനർജി പ്രോസസ് ചെയ്ത് നമ്മുടെ ശരീരത്തിനും ഫിസിക്കൽ ബോഡിക്കും നമ്മുടെ എനർജി ബോഡി നമുക്ക് ചുറ്റുമുള്ള ഒരു ബലൂൺ പോലെയുള്ള ഒരു ആവരണമുണ്ട്. ആ ആവരണത്തിലാണ് ആ എനർജി നമുക്ക് കിട്ടുന്ന എനർജി എല്ലാം സ്റ്റോർ ചെയ്ത് കിട്ടുന്നത്. ആ എനർജി കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്യണം. എന്താണ്? മനസ്സിനെ ഒന്ന് കാമാക്കണം. സ്ലൈഡ് മാറ്റിക്കോളൂ. മനസ്സിനെ കാമാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ചുമ്മാ സ്വിച്ചിട്ട പോലെ നമുക്ക് കാമാക്കാൻ സാധിക്കില്ല. അതിനുള്ള വഴിയാണ് നമ്മൾ ശ്വാസവുമായി കണക്ട് ചെയ്യുക എന്നത്. ശ്വാസം എങ്ങനെയാണ് നമുക്ക് ശ്വാസവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഇനി നമ്മൾ ചെയ്യാൻ. നമുക്ക് ആ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചെയ്തു നോക്കുമ്പോൾ അത് മനസ്സിലാകും. ആദ്യം നമ്മുടെ കൈ രണ്ട് കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കോർത്ത് പിടിക്കുക. എന്നിട്ട് അത് മടിയിലേക്ക് വെക്കുക. ഒരു ചെയറിലോ അല്ലെങ്കിൽ കപ്പയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ സാധിക്കും. നമുക്ക് സുഖാസനത്തിൽ ഇരിക്കാം. സുഖമായ ആസനത്തിൽ ഇരിക്കുക എന്നതാണ്. ഒരു ചെയറിലിരുന്ന് നല്ല ചാരി ഇരിക്കാൻ സാധിക്കും. ശരീരത്തിന് ഫുൾ റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാം. അതുപോലെ കാൽപാദങ്ങൾ ഇങ്ങനെ വയ്ക്കാം. ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് പാദങ്ങൾ നമുക്ക് നീട്ടി വെക്കാം. ചമ്രം പിടിഞ്ഞിരിക്കാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് പോസ്റ്റർ. ആനാപാനസതി ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൈ രണ്ടും കൂർത്ത് പിടിച്ച് വിരലുകൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മടിയിലേക്ക് വെക്കുന്നു. അതുപോലെ തന്നെ കാലിന്റെ പാദങ്ങൾ ഒന്നായി ഇങ്ങനെ വെക്കുന്നു. അതുപോലെ ശരീരം സുഖാസനിക്കുന്നു. കണ്ണുകൾ അടയ്ക്കുന്നു. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്തത്. അത് ചെയ്തിട്ട് അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്കൊരു എല്ലാവരും കൈ കൂർത്തു പിടിച്ച് കാലുകൾ പിണച്ചു വെച്ച് ശരീരം സുഖാസനത്തിൽ നിർത്തി കണ്ണുകൾ അടയ്ക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കണ്ണടഞ്ഞ് തന്നെ ഇരിക്കണം. ആദ്യമായി നമ്മൾ പരിശീലനം നൽകുമ്പോൾ സ്വയം നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റർ. ശരീരവും മനസ്സുമൊക്കെ ഒന്ന് സെറ്റിൽ ആവാനായിട്ടുള്ള സമയം കൊടുക്കുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ദിവസത്തെ കുറിച്ചും ഇന്നലത്തെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അവയിൽ നിന്നെല്ലാം നമുക്ക് ശ്രദ്ധ തിരിച്ച് നമ്മുടെ ശ്വാസത്തിലേക്ക് സ്വയം നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ആ ശ്വാസ നിശ്വാസത്തിനോടൊപ്പം ചേർന്നിരിക്കുകയാണ് അടുത്ത പ്രോസസ്സ്. ശ്വാസത്തെ ശ്രദ്ധിക്കുക. നമ്മൾ ഉള്ളിലേക്ക് ശ്വാസത്തെ ശ്രദ്ധിക്കുക. അകത്തേക്ക് എത്തുന്ന ശ്വാസം അത് പുറത്തേക്ക് പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക. ഓരോ ശ്വാസത്തിന്റെയും ഈരാക്കുകൊണ്ടേയിരിക്കുക. മുല്ലപ്പൂവിന്റെ
മണം ആസ്വദിക്കുന്നത് പോലെ നല്ലോണം ശ്വാസത്തെ ആസ്വദിച്ചെടുക്കാം. ഫീൽ അറിഞ്ഞുകൊണ്ടേയിരിക്കാം. ആ ശ്വാസത്തിലൂടെയാണ് നമ്മുടെ പ്രാണശക്തിയെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു. അതായത് ശ്വാസത്തോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സ് ക്ലിയർ ആകും. ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന മനസ്സ് ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു ഒബ്ജക്റ്റിൽ തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ മറ്റേതിലെല്ലാം നമ്മുടെ ശ്രദ്ധ മാറുമ്പോഴും മാറിപ്പോകും. അതിന് പകരം നമ്മളുടെ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മളുടെ നോർമലായിട്ടുള്ള ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. പിടിച്ചു വെക്കുകയോ നീട്ടുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മളിൽ നടക്കുന്ന ഓരോ ശ്വാസനിശ്വാസത്തെ ശ്രദ്ധിക്കുക. അത്രമാത്രം മതി. ശ്വാസം പുറത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. കണ്ണുകൾ അടഞ്ഞ് നമ്മൾ പുറം ലോകവുമായി നിൽക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശ്വാസത്തെ മാത്രം. നമ്മൾക്ക് എത്രമാത്രം ശ്വാസം ആവശ്യമോ അത്രയും ശ്വാസം നമ്മളിലേക്ക് എത്തുന്നു. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം പ്രവർത്തിച്ചു. നമ്മൾ ആയാസപ്പെടുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആയാസപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിഷമത്തിൽ വരുമ്പോൾ നമ്മുടെ ശ്വാസഗതിയും വേഗത്തിലാകും. അതേസമയം നമ്മൾ വളരെ കാമായി വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ, ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസവും വളരെ സോഫ്റ്റ് ആയി നമുക്ക് ശ്രദ്ധയിൽപ്പെടും. വേറെ ഒന്നും ഇപ്പോൾ ചിന്തിക്കില്ല. നിമിഷം മാത്രം ശ്രദ്ധ ആളെയെ കുറിച്ചോ ഇവരെ കുറിച്ചോ ഒന്നും ആവശ്യമില്ല. ചിന്തകൾ കുറയ്ക്കാം. ഒറ്റയടിക്ക് കുറയ്ക്കാൻ പ്രയാസമില്ല. അത് പ്രാക്ടീസിലൂടെ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാം. അതുപോലെ തന്നെയാണ് ധ്യാനം. ശ്വാസത്തോടെ ഇരിക്കുമ്പോൾ ചിന്തകൾ പോയി ആ കുറഞ്ഞു വരും. ചിന്തകൾ കുറഞ്ഞു വരുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പ്രപഞ്ച ശക്തി കൂടുതലായി. When you are with the breath, your mind becomes free. നമ്മൾ ശ്വാസത്തോടൊപ്പം ശൂന്യസ്ഥിതിയിലേക്ക് ആദ്യം പ്ലാങ്കാവുകയാണ്. നമുക്ക് ചിന്തകൾ വന്നു പോയിരിക്കും. സാരില്ല. ശ്രദ്ധ ശ്വാസത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വരുമ്പോൾ ചിന്തകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയും കൂടുതൽ ഊർജം നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. ഇന്നത്തെ ദിവസത്തെ പ്രഭാതത്തെ മുഖ്യമാണ് ഈ പീസ്ഫുൾ മനസ്സിനെ എൻജോയ് ചെയ്യാം. നമ്മുടെ ശാന്തമായ ഈ പ്രഭാതത്തെ നമ്മൾ സ്വാഗതം ചെയ്യാം. ഊർജത്തെ സ്വീകരിച്ചുകൊണ്ട്, പ്രാണശക്തിയെ സ്വീകരിച്ചുകൊണ്ട്, കോസ്മിക് ഊർജത്തെ സ്വീകരിച്ചുകൊണ്ട്, വേറൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ശ്വാസത്തിലേക്കുള്ള ശ്രദ്ധ മാത്രം കൊടുക്കുക. എനിക്ക് ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വരിക. അതിനെ ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ. പക്ഷേ പ്രോസസ്സിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നു. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക്
സംഭവിക്കുന്നു. ഇതാണ് ധ്യാനം, ആനാപാനസതി എന്ന ധ്യാനം. കൈകൾ പിടിച്ച് കാലുകൾ പിണച്ചു വെച്ച് കണ്ണുകൾ അടച്ച് ധ്യാനാവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ ധ്യാനയാത്ര. ധ്യാനം എന്ന വാക്കിന്റെ അർത്ഥം ചിത്തവൃത്തി നിരോധ എന്നാണ്. ചിത്തം എന്നാൽ മനസ്സ്. മനസ്സിന്റെ ഉള്ളിലുള്ള പല പ്രവർത്തനങ്ങളെയും നിർത്തിവെച്ചുകൊണ്ട് ശൂന്യസ്ഥിതിയിലേക്ക് പോകുന്ന യാത്ര. ആ യാത്രക്കായി സഹായം ചെയ്യുന്നത് ശ്രദ്ധ, ശ്വാസത്തിലേക്കുള്ള ശ്രദ്ധ. അത്രമാത്രം മതി, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും ധ്യാനം ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും ധ്യാനം ചെയ്യാം. ഒരാളുടെ വയസ്സ് അത്രയും മിനിറ്റുകളാണ് ഒരാൾ ധ്യാനം ചെയ്യേണ്ടത്. ആ സമയത്തേക്ക് എത്താനായി നമ്മൾ ആദ്യം 10 മിനിറ്റ്, അത് കഴിഞ്ഞ് 15 മിനിറ്റ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം. നമ്മുടെ ശരീരത്തിനെയും ഒന്ന് വഴങ്ങി എടുക്കാം, അതുപോലെ മനസ്സിനെയും. ശ്വാസമേയും ശ്വാസമേയും ധ്യാനം. ആന എന്നാൽ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം, അപാന എന്നാൽ പുറത്തേക്ക് വരുന്ന ശ്വാസം, സതി എന്നാൽ ഉച്ചേരം. ഈ രസകരമായ ഉച്ചേരം ആസ്വദിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ വേറെ ഒന്നും ആവശ്യമില്ല, ശ്രദ്ധ ശ്വാസത്തിലേക്ക്. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശൂന്യസ്ഥിതിയിലെ ചിന്തകൾ കുറഞ്ഞു വരികയും മനസ്സ് ഫ്രീയായി ആ കോസ്മിക് ഊർജം സ്വീകരിക്കാനായി തയ്യാറാവും. മനസ്സിൽ ചിന്തകൾ കൂടി വരുന്നതോറും നമുക്ക് ഊർജം നഷ്ടപ്പെടും. നമ്മൾ എത്രത്തോളം മനസ്സിനെ കാമാക്കി വെക്കുന്നുവോ, ശാന്തമാക്കി വെക്കുന്നുവോ, അത്രയും ഊർജം നമ്മളിലേക്ക് പ്രവേശിക്കും. ഈ ഊർജപ്രവാഹത്താൽ നമ്മളുടെ ശാരീരിക ആരോഗ്യസ്ഥിതിയും മാനസിക ആരോഗ്യവും എല്ലാം മെച്ചപ്പെടും. രോഗങ്ങളെല്ലാം തനിയെ മാറും. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ശക്തിയും ഊർജവും ഒക്കെ നമുക്ക് ലഭിക്കും. നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആകും. പല കാര്യം ചെയ്യാനായി, മികച്ച രീതിയിൽ ചെയ്യാനായി സാധിക്കും. നമ്മൾക്ക് തന്നെ സന്തോഷവും സ്നേഹവും എല്ലാം കൂടുതലായി ലഭിക്കാൻ തുടങ്ങും. നല്ല നല്ല ആൾക്കാരുമായിട്ടുള്ള സത്സംഗം, കൂടുതൽ അറിവുകൾ നേടാൻ, ഇവയെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭിച്ചു തുടങ്ങും. പക്ഷെ കുറച്ചു നേരം നമ്മൾ എല്ലാ ദിവസവും ധ്യാനത്തിന് മാറ്റി അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ സ്വയം അനുഭവിച്ച മാറ്റം. ധ്യാനത്തിന് മുന്നേ ഉള്ള മാറ്റം,
ഞാൻ ധ്യാനത്തിന് ശേഷം ഞാൻ വളരെ വ്യത്യാസം ചിന്തിക്കേണ്ടല്ല. ശരീരവും മനസ്സും എല്ലാം വിശ്രമിക്കട്ടെ. നമ്മൾ ഉറക്കത്തിൽ നമ്മൾ വിശ്രമിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ധ്യാനത്തിലും നമ്മളുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം വിശ്രമിക്കുന്നു. ഓട്ടോമാറ്റിക്കലി പല പല ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ തനിയെ ഉണ്ടാകുന്നു. സെൽസിലെല്ലാം ഊർജം ലഭിച്ചുകൊണ്ടേ, അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുക. കൂടുതൽ കൂടുതൽ നിശബ്ദത ഉള്ളിലേക്ക് തെളിയും. നിശ്ചലമായ മനസ്സും ശരീരവുമായി നമ്മൾ ധ്യാനം കൂടുതൽ നീങ്ങുന്നു. മൗനത്തിലേക്ക് പോകുന്നു. വേറൊന്നും ചിന്തിക്കണ്ട. ശ്വാസവുമായി കണക്റ്റായിരിക്കുക. ഉള്ളിൽ നിറയെ ആ നിശബ്ദതയെ ഒന്നും ചെയ്യാതെ വിശ്രമിച്ചുകൊണ്ട് ഊർജത്തെ സ്വീകരിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കാം. ശ്രദ്ധ ശ്വാസത്തെ. ചിന്തകൾ പലപ്പോഴും മാറി മാറി പോകും. തിരികെ വളരെ ശ്വാസത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വഴിമാറി പോകും. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കണം. ശരീരത്തിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും അസ്വാസ്ഥ്യം പോവുകയാണെങ്കിൽ കുറച്ചൊന്ന് മാറിയോ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാം. പക്ഷെ കണ്ണുകൾ തുറക്കരുത്. ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ കോസ്മിക് ഊർജത്തെ സ്വീകരിക്കുകയും അത് ഒരു സർക്യൂട്ട് നമ്മുടെ ഊർജ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. കൈകൾ കൂർന്ന് പിടിക്കുകയും കാലുകൾ പിടിച്ചു വെക്കുകയും ചെയ്യുമ്പോൾ ഈ ഊർജത്തെ നമ്മൾ ലോക്ക് ചെയ്യും. ആ സർക്യൂട്ട് നമ്മളിൽ തന്നെ നിലനിർത്തി മുഴുവനായും ഉള്ള ശക്തിയെ അതാണ് ഈ ബൂസ്റ്ററുകളുടെ പ്രത്യേകത. മനസ്സിനെ ശാന്തമാക്കാൻ കുറച്ച് സമയം, അതാണ് നമ്മൾ ഒരാളുടെ വയസ്സെത്തുന്നത് അത്രയും മിനിറ്റ് കണ്ണുകളടച്ച് ധ്യാനം പരിശീലിക്കണമെന്ന് പറഞ്ഞു. ആദ്യം ചിലപ്പോൾ നമുക്ക് കേൾക്കാം, പക്ഷെ ചെയ്ത് വരുമ്പോൾ അത് ചെയ്യാൻ സാധിക്കും. എല്ലാ കാര്യവും അതുപോലെ തന്നെയാണ്. പ്രാക്ടീസിലൂടെ എല്ലാം സാധിക്കും. 3 കാര്യങ്ങൾ.
ആദ്യം പ്രാക്ടീസ് 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 പ്രാക്ടീസ്. ഏത് സമയം കിട്ടും, എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴോ അപ്പോഴൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 5, 10, 15 മിനിറ്റോ ഒക്കെ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ചെയ്ത് നോക്കുക. ജോലിക്കിടയിലും ഒക്കെ നമുക്ക് കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ സജ്ജന സാന്നിധ്യ, നല്ല ആളുകളുമായിട്ട് കൂടിച്ചേരണം. സ്വാധ്യായ, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല പുസ്തകങ്ങൾ കേൾക്കുക, നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അനാവശ്യമായ ഗോസിപ്പ്, നമ്മളൊരു ചുറ്റും പറയും, അനാവശ്യ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടപഴകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മൾ ഒരു സത്യസന്ധമായ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒന്നും വേണ്ട, ശ്വാസത്തിൽ ചേർന്ന് ഇന്നത്തെ ദിവസം ഈ ഇത്രയും നേരം ധ്യാനം ചെയ്ത് എത്താം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 കൈകളും നിരത്തി പതിയെ കണ്ണുകളിലേക്ക്, കണ്ണിന്റെ മുകളിലേക്ക് വിരലുകൾ വയ്ക്കുക. 10 സെക്കൻഡ് വയ്ക്കാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി കൈകൾ കണ്ണുകളിൽ നിന്ന് മാറ്റി നമ്മൾ പതിയെ കണ്ണു തുറന്ന് ധ്യാനാവസ്ഥയിൽ വരാം. Thank you. Thank you. Thank you, Supriyaji. Thank you, Supriyaji. Thank you, Supriyaji. Thank you, ചേച്ചി. പുതുതായിട്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ധ്യാനം ആദ്യമായി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എത്തിയിട്ടുണ്ടോ പുതുതായിട്ട്? രാധാജി വന്നിട്ടുണ്ട്. ആണോ? ഓക്കെ, ഒന്ന് രാധാജിയെ ഇതാക്കാമോ? രാധാജി ഒന്ന് ഓണാക്കോ? ഹലോ, വീഡിയോ ഓണാക്കാൻ പറയും. അല്ല അത് മ്യൂസിക് അല്ല, മ്യൂട്ട് മറ്റു മാറ്റാനാ പറഞ്ഞ. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആ, മ്യൂട്ട് മാറ്റി. ഓക്കെ. വീഡിയോ ഓൺ ചെയ്തോളൂ മാം. ഹലോ മാം. ഹലോ, നമസ്തേ. ഷീലാജി ചേച്ചി. ഞാൻ ഷീലയുടെ ചേച്ചിയാണ്. ചേച്ചിയാ? അതെ അതെ. അതെയോ? ഓ, ആ. ശരി ശരി, ഓക്കെ. മാം ഒന്നും ഉണ്ടായിരുന്നു മാം, അത് ചെയ്തായിരുന്നോ? ധ്യാനം ചെയ്യാൻ സാധിച്ചോ? ചെയ്തു ചെയ്തു ചെയ്തു. ആ, ഓക്കെ. ഒന്ന് മനസ്സിലായോ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ചെയ്തിട്ട് എങ്ങനെ തോന്നുന്നു?
ഒരു ഇടയ്ക്ക് ഇതായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതായിട്ടേ ആ. ക- നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം നമ്മള് വേറൊരു ഇതിലോട്ട് പോകുന്നു, മൈൻഡ് റിലാക്സ് ആയിട്ടേ ആ ഓക്കെ പോയായിരുന്നു. ആണല്ലേ. ഓക്കെ. അതെ അപ്പൊ നമുക്കിപ്പോ 14 ദിവസം നമുക്കിത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിന്റെ ആ കൂടുതൽ കൂടുതൽ ഒരു ഫീല് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഓക്കെ അതിന് ഓക്കെ ഓക്കെ പറഞ്ഞതൊക്കെ ഓക്കെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയോ, മനസ്സിലാക്കാൻ പറ്റിയോ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ. ആ ചാർട്ടൊക്കെ നന്നായിട്ട് കാണാൻ മനസ്സിലായായിരുന്നു. ആണല്ലേ. താങ്ക് യു. അതിന് പറയാ. താങ്ക് യു. ഷോർട്ട് താങ്ക് യു നോട്ടീസ് താങ്ക് യു. പ്രിപ്പയർ ചെയ്ത് തന്നു. അങ്ങനെ ഒരു മാസ്റ്ററി ഇതിനകത്തേക്ക് അതെ താങ്ക് അതെ യു. അതെ അതെ അതൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ അതെ പറയുന്നതിലും ആ ചാർട്ട് വെച്ച് കുറച്ചുകൂടെ എളുപ്പം മനസ്സിലായി. ഓക്കെ. താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ പുതുതായിട്ട്? അല്ല, പിന്നെ രണ്ടുപേരുടെ ഫോൺ നമ്പറാണ് കാണിക്കുന്നത്, പക്ഷെ അത് ആരാന്ന് മനസ്സിലാവുന്നില്ല. പുതുതായിട്ട് വന്നവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതെ അതെ, ഇതിൽ പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? രണ്ടുപേരുടെ ഇത് കാണുന്നുണ്ട്, റെഡ്മി എന്നൊക്കെ വരുന്നത്, പക്ഷെ ആരാന്ന് മനസ്സിലാവുന്നില്ല. ആരെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സുപ്രിയ ആരും മാമിന് എന്നെ അറിയാം. എന്റെ പേര് ഹലോ. ഫോർച്ചുന എന്നാണ്. ഫോർച്ചുനയാണ്. ഓ ഓക്കെ ഓക്കെ. മനസ്സിലായി മനസ്സിലായി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുന്നു അല്ലേ? അതെ. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് വെച്ചപ്പോ ഞാൻ പുതിയ ആളല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. എന്നാലും സാരമില്ല, കുറെ കാലങ്ങൾക്ക് ശേഷം കാണുകയാണല്ലോ. അതെ അതെ മാം, ഞാനിപ്പോ മലപ്പുറത്താണ് ഇപ്പോ. ഇപ്പൊ മലപ്പുറമാണോ? ഇവിടെ നിന്ന് മാറിയോ? അതെ അതെ, ട്രിവാൻഡ്രത്ത് നിന്ന് മാറിയോ? അത് ശരി. ട്രാൻസ്ഫർ ആയി. ആണോ? ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ശരി. അപ്പൊ അവിടത്തേക്ക് ആൾക്കാരെയൊക്കെ ഇതാക്കി കൊടുക്കാലോ, അന്ന് പറഞ്ഞു കൊടുക്കാലോ. അതാ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? വളരെ സന്തോഷം മാമിനെ എനിക്ക് വീണ്ടും കാണാൻ ഒത്തതിലും ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. മാം എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് എങ്ങനെയുണ്ട്? മാമിന് യൂസ്ഫുൾ ആയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഫോളോ ചെയ്യാൻ? നന്നായിരുന്നു, നന്നായിരുന്നു മാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. നമുക്ക് 14 ദിവസം നമുക്ക് കൂടെ ഉണ്ടാവണം. കൂടെ വേറെ തീർച്ചയായിട്ടും. ആൾക്കാരുണ്ടെങ്കിൽ വരൂ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് ധ്യാനം ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു ശരി. മാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ. ഓക്കെ. വേറെ ആരെങ്കിലും? ഇനി ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ അത് ആരാണെന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വരാമോ? ആരാണെന്ന് മനസ്സിലായില്ല. അതെ അതെ, റിയൽമി 6 Pro എന്നാണ് ഇതിൽ കയറ്റി കാണിക്കണേ, അത് ആരാന്ന് മനസ്സിലാവില്ല. പിന്നെ ഓക്കെ. ഒരാള് സുജിയുടെ അമ്മയുണ്ട്, അതെയോ? അമ്മ സുഭദ്ര ചേച്ചിയുണ്ട്. ആണോ? ഒന്ന് ഓണാക്കാമോ? മ്യൂട്ടിലാണേ, മ്യൂട്ട് കേൾക്കുന്നില്ലേ എന്തോ. അമ്മയൊന്ന് കാണാം അല്ല. ഞങ്ങള് ബാംഗ്ലൂർ വെച്ച് കണ്ടുപിട്ടിയതാണ്. അപ്പോൾ ഇതിൽ കൂടെയും വീണ്ടും കാണാൻ നമുക്ക് അവസരം തന്നു. അത് കാണാൻ കിട്ടാൻ. ആ ആ വന്നു, പക്ഷെ മ്യൂട്ടാണേ. മ്യൂട്ടിലാണ്, പക്ഷെ വരാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. ശരി. മ്യൂട്ടിൽ. ഓക്കെ. സമയം ഇപ്പോൾ എത്രയായി? 7:03 ആയി. ശരി. ഓക്കെ.
ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? വീഡിയോ ഓൺ ആക്കി മ്യൂട്ട് മാറ്റിയിട്ട് ഷെയർ. സുജിക്ക് സംസാരിക്കാൻ പറ്റുമോ? സുജി, എല്ലാരും ജോലിയുടെ ഇതിലായിരിക്കും രാവിലെ. ശരി. അപ്പോൾ ബാക്കി എന്നാ ഒരു കാര്യം ഞാൻ പറയാം. അപ്പം സുപ്രിയാജി വളരെ വിശദമായിട്ട് ഇന്ന് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇത്രയും 10-30 വർഷത്തെ ആ സർവീസിൽ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് തന്നതിൽ വളരെ നന്ദി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഷ്യസ് ട്രയാങ്കിളിനെ പറ്റിയാണ് പഠിച്ചത്. കോൺഷ്യസ്, നോളജ്, എനർജി എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിനെ പറ്റിയാണ് മനസ്സിലാക്കിയത്. നമ്മുടെ പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റീസ് PSS മൂവ്മെന്റ് എംബ്ലത്തിൽ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് ആ ഒരു ട്രയാങ്കിൾ ഉള്ളതാണ്. പിന്നീട് നമ്മുടെ ബോഡിയെ പറ്റിയും മൈൻഡിനെ പറ്റിയും ഇന്റലക്റ്റിനെ പറ്റിയും കോൺഷ്യസ്നെസ്സിനെ പറ്റിയും സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, പരമാത്മാവ്, ഇതിനെ പറ്റി എല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നവരുണ്ട്, പക്ഷെ അറിയാത്തവരും ധാരാളം പേരുണ്ട്. ഏതായാലും നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഒത്തും. പിന്നെ ആനാപാനസതി ധ്യാനത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്വാസം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂടുതൽ എടുക്കാറുണ്ട്. ചില സമയത്ത് വളരെ കുറവായിരിക്കും, ചില സമയത്ത് നമ്മൾ ശ്വാസം വളരെ നേർത്തതായിരിക്കും. ആ ഒരു ഡിഫറൻസിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് സുപ്രിയാജി പറഞ്ഞു. അതായത് കൂടുതൽ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് ചിന്തകളും കാര്യങ്ങളും കൂടുതൽ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ആ ചിന്തകൾ കുറയുമ്പോഴത്തേക്ക് ആ ശ്വാസത്തിന്റെ വേഗത കുറയുകയും ചെയ്യും. പിന്നെ നമ്മൾ നല്ല ധ്യാനാവസ്ഥയിൽ നമ്മളെ വളരെ ഇതായിട്ട് ഒരു ധ്യാനാവസ്ഥയിൽ അന്തർലീനമായിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ നേർത്ത ശ്വാസമായിരിക്കും ഉണ്ടാവുന്നത് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതിൽ കൂടെ തന്നെ നമുക്ക് ശരീരാരോഗ്യവും ഒപ്പം തന്നെ മാനസിക ആരോഗ്യവും കൂടെ കിട്ടുന്നു എന്നുള്ളതും കൂടുതൽ മനസ്സിലാക്കാനൊക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ഒരു റിഫ്രഷ് ആവാനും കൂടെ സാധിച്ചു. ഒപ്പം തന്നെ ആ മെഡിറ്റേഷനും കൂടെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലൂടെ നമുക്ക് എല്ലാവരും കൂടുതൽ ഊർജ്ജസ്വലരായി കാണും എന്ന് വിശ്വസിക്കുന്നു. പുതുതായിട്ട് 2-3 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർക്കും നല്ല എക്സ്പീരിയൻസ് അവർ പറഞ്ഞല്ലോ. അവർ നല്ല എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഏതായാലും നമുക്ക് ഈ ക്ലാസ്സുകൾ ഇനിയും തുടരാം. 1ാമത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതിനായിട്ട് സുപ്രിയാജി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, വളരെ നന്നായിട്ട് ക്ലാസ്സുകൾ എടുത്തു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒത്തു. അതുകൊണ്ട് PMCയുടെ പേരിൽ സുപ്രിയാജിക്ക് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോരുത്തർക്കും PMCയുടെ പേരിൽ ഞാൻ താങ്ക്സ് രേഖപ്പെടുത്തുന്നു. ഇനി നാളെ ഗുരുക്കന്മാരെ പറ്റിയുള്ള ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് നാളെ കൃത്യസമയത്ത് തന്നെ ആരംഭിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സന്ദേശ്. താങ്ക് യു സുപ്രിയജി. താങ്ക് യു അനൂപ്ജിക്കും ഒക്കെ പ്രത്യേകം നന്ദി. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഇവർ രണ്ടുപേരും ഒത്തടിച്ച് പരിശ്രമിച്ചു. അതിന് പ്രത്യേകം താങ്ക്സ്. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസത്തെ ധന്യമാക്കിക്കൊണ്ട് ഈ ദിവസത്തെ ധ്യാനത്തിലൂടെ നമുക്ക് മുന്നേക്ക് പോകാം. ഇന്നത്തെ ഈ ധ്യാനയാത്ര നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു.